ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഈവനിങ് വ്ലോഗാണ്, വിത്ത് ട്രാവൽ വ്ലോഗാണ് കേട്ടോ. ഞങ്ങളൊന്ന് ആലപ്പുഴ ബീച്ചിൽ പോവാണ്. ഞങ്ങൾ ഈവനിങ് ആണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. രാവിലെ ഉച്ചയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്കും എന്തായാലും നല്ല പൂരി വെയിലാണ്. വെറുതെ വെയിൽ കൊണ്ട് വാടിക്കറിയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങളത് നൈറ്റാട്ടോ പോകുന്നത്. പിന്നെ നൈറ്റ് പോകുന്നത് ഒരു ഡിഫറെൻറ്റ് വൈബ് തന്നെയാണ് അല്ലേ. അങ്ങനെ ആലപ്പുഴ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു 7 മണി അടുത്തിട്ടുണ്ട്. ഒരു 3/4 മണിക്കൂറെങ്കിലും എടുക്കും കേട്ടോ ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേക്കും. ഇവിടെ അത്യാവശ്യം ആളുകൾ വന്നിട്ടുണ്ട്. സാറ്റർഡേ അല്ലേ, നാളെ സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും കടയും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത് ആകാശത്തേക്കാണ് കേട്ടോ. നല്ല ഭംഗിയല്ലേ അതങ്ങനെ കാണാനായിട്ട്. ആകാശത്തൊരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു. ആ ഒരു സൂര്യാസ്തമയം കഴിഞ്ഞിട്ടുള്ള ആ ഒരു അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു ബീച്ചിൽ ഞങ്ങൾ കടയുടെ ടേബിളും ചെയറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നതാണ്. ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കക്കാർച്ചി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പിന്നെ ചേട്ടായി കക്കാർച്ചിയാണ് കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വന്നത്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത്ര ഒരു ഹൈപ്പ് അതിനുണ്ടായിരുന്നില്ല. കക്കാർച്ചി വെറുതെ ഇങ്ങനെ മിക്സർ കഴിക്കും പോലെ കഴിക്കുന്ന ആ ഒരു ഇതിലാട്ടോ. ഞാൻ വേറൊരു മോഡലാണ് പ്രതീക്ഷിച്ചത്. പിന്നെ അതിൻ്റെ കൂടെ കപ്പയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു എഗ് റോള് അങ്ങനെ എന്തോ ഒരു സംഭവം. അവിടെ ഇവിടേക്ക് ആയിട്ട് ഓടിക്കളിച്ചൊക്കെ നടന്നു കേട്ടോ. ഇദൂസിനാണെങ്കിലും മണ്ണിലിറക്കി കൊടുത്തപ്പോഴത്തേക്കും ആള് ഭയങ്കര ഓട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ കുഞ്ഞിൻ്റെ കൂടെ കുറേ നേരം ഓടിയൊക്കെ കളിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ചേരൊക്കെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ ഫുള്ള് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. കപ്പിൾസ്, പിന്നെ ഇതുപോലെ പാരൻസ്, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്നവരൊക്കെ ഇരിക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അടിപൊളി ഒരു വൈബായിരുന്നു. ഈ ദിവസമൊക്കെ ആയിട്ട് വന്നപ്പോൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് എന്ത് ചെയ്യുന്ന നേരെ ഐസ്ക്രീം കടയിലേക്ക് പോയി. അപ്പോൾ ഈ ദിവസമാണെങ്കിൽ ഐസ്ക്രീം വലിയ ഇഷ്ടമാണ്. പിന്നെ കൂടുതലും തണുപ്പ് കൊടുത്താൽ പിന്നെ കുഞ്ഞിന് വയ്യാതൊക്കെ ആകും പോലെ. എന്നിട്ട് എനിക്കും തണുപ്പ് കൂടുതലൊന്നും പറ്റില്ല കേട്ടോ. ജലദോഷവും അതൊക്കെ ആയിട്ട് പിടിക്കും. അങ്ങനെ ഞങ്ങൾ ഒരു സ്ട്രോബെറി ഫ്ലേവർ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു. പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പായസം മേടിച്ചില്ല, നമ്മൾ ഐസ്ക്രീമിനാണല്ലോ മുൻപന്തിയിൽ നിൽക്കുന്നത്. അങ്ങനെ ഐസ്ക്രീമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഇദൂസിന് കുറച്ച് കളിപ്പാട്ടം വാങ്ങിക്കാനായിട്ട്. കളിപ്പാട്ടം എന്ന് പറയുമ്പോൾ അവൾ ഒരുപാട് ടോയ്സ് ഒന്നും വെച്ച് കളിക്കാറൊന്നും ഇല്ല. അങ്ങനെ ഒരു പമ്പരാണ് കേട്ടോ വാങ്ങിച്ചത്. അവൾ അതും കറക്കി ഇങ്ങനെ നടന്നോളും. വേറെ ടോയ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വീട്ടിൽ ഇഷ്ടംപോലെ ടോയ്സ് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒന്നും അവൾ കളിക്കാറൊന്നും ഇല്ല. പിന്നെ നമ്മൾ വെറുതെ വാങ്ങിച്ച് വെറുതെ കൂട്ടണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പമ്പരാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും അവിടെ ബീച്ചിൽ തിരക്ക് തന്നെയാണ്. ആൾക്കാർ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ പിന്നെ കുഞ്ഞുമായിട്ട് അധിക സമയം രാത്രി നമുക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ 8:30 കഴിഞ്ഞപ്പോഴത്തേക്കും
വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് തുമ്പോളി ചർച്ചിൻ്റെ വാതിക്കലൊന്ന് വണ്ടി ഒതുക്കി കേട്ടോ. എന്നിട്ട് ഞങ്ങൾ മാതാവിനെ കയറി പ്രാർത്ഥിച്ചു, നേർച്ചയ്ക്ക് ഇട്ടു. അപ്പോൾ ഈ ദിവസം മാതാവിനെ കാണുമ്പോൾ, മാതാവിനെയും പള്ളിയൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ ദിവസം ഇങ്ങനെ പ്ലെയിൻ കിസ്സൊക്കെ കൊടുക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വന്നിട്ട് പിന്നെ ഒരു ചെറിയൊരു ഷോപ്പിൽ കൂടെ കയറി കേട്ടോ. ചേട്ടാ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് മാരാരിക്കുളത്തുള്ള റഹ്മാനി ഹോട്ടലിലാണ് കയറിയത്. അവിടെ മെയിനായിട്ടുള്ളത് കുഴിമന്തിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുഴിമന്തി കഴിക്കാനായിട്ട് കയറി. പക്ഷേ കുഴിമന്തി വന്നതും കഴിക്കുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ ദിവസം നല്ല ഉറക്കമായിരുന്നു. അവൾ എൻ്റെ കയ്യിൽ കിടന്നുറങ്ങുമായിരുന്നു. അങ്ങനെ അവളെ പിടിച്ചോണ്ടാണ് ഞാൻ ഫുഡ് കഴിച്ചത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ എന്നെ വീട്ടിലോട്ടാ. ഇനി വേറെ എങ്ങും കയറുന്നില്ല കേട്ടോ, കാരണം മണി 10 ആവാനായിട്ട് പോകുന്നുണ്ട്. ഈ ദിവസമാണെങ്കിൽ നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്. ഇടയ്ക്ക് അവൾ ഭയങ്കര കരച്ചിൽ വരുന്നു. വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യും. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ലോഗിൽ കാണുന്നത് വരെ ബൈ.